ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തൂരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. മേൽപുത്തൂർ ഭട്ടപാദർ ഉപരി നവഗ്രാമം എന്ന പട്ടേരിപ്പാടിൻ്റെ തന്നെ ഭാഷയിലൂടെ ഉപരി നവഗ്രാമം മേൽപുത്തൂർ എന്ന് ഉറപ്പാക്കുന്നു. ആ മേൽപുത്തൂർ രചിച്ച ശ്രീമൻ നാരായണീയം, ആ നാരായണീയത്തെ നാരായണീയ മധുരം എന്ന രീതിയിൽ ഒരു ദിവസം ഒരു ശ്ലോകം എന്ന കണക്കിൽ നമ്മൾ ഭഗവത് പാദങ്ങളിൽ സമർപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇത് 32ാമത്തെ ദിവസമാണ്. ഈ 32ാമത്തെ ദിവസം 4ാമത്തെ ദശകത്തിൽ 2ാമത്തെ ശ്ലോകത്തെ നമ്മൾ അനുസന്ധാനം ചെയ്യണു, ഭഗവാന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബ്രഹ്മചര്യദൃഢതാദിഭിർയമൈരാപ്ലവാദിനിയമൈശ്ച പാവിതാം കുർമഹേ ദൃഢമമീ സുഖാസനം പങ്കജാദ്യമപി വാ ഭവൽപരാ. ഇവിടെ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്ന അഷ്ടാംഗ യോഗത്തെ ആണ് ആദ്യത്തെ ശ്ലോകത്തിൽ അനുസ്മരിച്ചത്. അതിൽ തന്നെ യമം, നിയമം, ആസനം ഈ 3 യോഗാംശങ്ങളെ ഈ 2ാമത്തെ ശ്ലോകത്തിൽ പട്ടേരിപ്പാട് ചേർത്ത് വച്ചിരിക്കുന്നു. അമീ വയം ഭവത്പരാഹ, ഈ അടിയങ്ങൾ അങ്ങയെ തന്നെ ആശ്രയിച്ചവരായി. ഭവത്പരാഹ ബ്രഹ്മചര്യ ദൃഢതാദിഭിഹി യമൈഹി
ആപ്ലവാദി നിയമൈഹി ച, ഉറച്ച ബ്രഹ്മചര്യം, അഹിംസ, സത്യം. അഹിംസ, സത്യം, അസ്തേയം, ഇതൊക്കെയാണ് യമങ്ങൾ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള യമങ്ങളെ കൊണ്ടും ആപ്ലവാദി നിയമൈഹി, സ്നാനം, മനഃശുദ്ധി, ജപം, സ്വാധ്യായം തുടങ്ങിയവയൊക്കെ നിയമങ്ങളാണ്. എല്ലാവരും അനുഷ്ഠിക്കേണ്ടുന്ന നിയമങ്ങളെ യമങ്ങളെന്നും കാലദേശങ്ങൾക്കനുസരിച്ച് വർണ്ണാശ്രമധർമ്മങ്ങൾക്കനുസരിച്ച് മാറുന്നതിനെ നിയമങ്ങൾ എന്നും പറയുന്നു. അപ്പൊ യമവും നിയമവുമുണ്ട്. ബ്രഹ്മചര്യം, അഹിംസ, അസ്തേയം, ഇതൊക്കെ എല്ലാവരും ചെയ്യേണ്ടതാണ്. സത്യം, അഹിംസ, അസ്തേയം, മറ്റുള്ളവരുടെ വസ്തുക്കൾ എടുക്കാതിരിക്കുക, ഇതൊക്കെ എല്ലാവരും അനുഷ്ഠിക്കേണ്ടുന്ന യോഗചര്യകളിലെ ആദ്യത്തെ പടിയാണ്. അടുത്തത് നിയമങ്ങളാണ്. അത് ജപം, സ്വാധ്യായം, നിത്യകർമ്മം, ഇതൊക്കെ ഓരോ വർണ്ണങ്ങളിലും ഓരോ ആശ്രമങ്ങളിലും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള നിയമങ്ങളെ കൊണ്ടും പാവിതാഹ, പരിശുദ്ധരായി, സുഖാസനം അപി വാ പങ്കജാദ്യം ദൃഢാം കുർമഹേ, സുഖാസനം അതല്ലെങ്കിൽ പങ്കജ ആസനം, പത്മാസനം, അല്ലേ, സ്വസ്തികാസനം തുടങ്ങിയ ആസന വിശേഷങ്ങൾ ഏതെങ്കിലും ഒന്നുകൊണ്ട് അഭ്യാസം കൊണ്ട് ഉറപ്പിക്കാം. നിരന്തരമായ അഭ്യാസം കൊണ്ട്, ഒരു ദിവസം കൊണ്ടൊന്നും ആർക്കും ഇത് സാധിക്കില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അഭ്യാസം കൊണ്ട് ഞാൻ ഉറപ്പിക്കാം ഗുരുവായൂരപ്പ. അപ്പോ യോഗാനുഷ്ഠാനം ചെയ്യാൻ കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ധന്യതയെക്കുറിച്ചാണ് പിന്നീട് പറയണത്. അപ്പൊ യമം, നിയമം, ആസനം എന്നീ 3 യോഗാംശങ്ങളെ ഇവിടെ ഈ 2ാമത്തെ ശ്ലോകത്തിൽ ചേർത്തു വച്ചിരിക്കുന്നു പട്ടേരിപ്പാട്. ആ ഭാഗം ഒരിക്കൽ കൂടി നമുക്ക് പാരായണം ചെയ്യാം. ബ്രഹ്മചര്യ ദൃഢദാദിഭിർയമൈരാപ്ലവാദി നിയമൈശ്ച പാവിതാഃ കുർമഹേ ദൃഢമമീ സുഖാസനം പങ്കജാദ്യമപി വാ ഭവൽപരാ. ശ്രീമന്നാരായണീയം കമ്പോട് കമ്പ് വ്യാഖ്യാനിക്കാനുള്ള കഴിവില്ലാത്ത ഈയുള്ളവനിൽ ഭഗവാൻ കനിവ് പകർന്നതുകൊണ്ടാണ് ഗുരുവായൂരപ്പൻ്റെ പൂജകവധം അലങ്കരിച്ച മേശാന്തിയായിരുന്ന 2007 കാലഘട്ടത്തിൽ ഈ നാരായണീയത്തെ ശ്രീഹരിയം എന്ന രീതിയിൽ വഞ്ചിപ്പാട്ടായിട്ട് എഴുതാൻ ഈയുള്ളവനെ സാധിച്ചത്. ഒന്നുമെൻ നൈപുണ്യമല്ല കണ്ണ, എല്ലാം നിൻ കാരുണ്യമൊന്നു മാത്രം എന്ന് ഇത്തരത്തിൽ ഓരോ രംഗങ്ങൾ മനസ്സിലേക്ക് കടന്നു വരുമ്പോഴും അത് ഉറപ്പിക്കാറുണ്ട്. അങ്ങനെയുള്ള ആ ശ്രീഹരിയത്തിലെ ഭാഷാഗാനം, ആ തർജ്ജമയാണ് ഇനി പാടി സമർപ്പിക്കുന്നത്. ബ്രഹ്മചര്യയമത്താലും സ്നാനജപചര്യയാലും സംശുദ്ധരായിത്തീരും ഞങ്ങൾ പങ്കജേക്ഷണ. പത്മാസനബദ്ധരായി ധ്യാനിച്ചിടും അവിരാമം പത്മധാരിയാകുമെൻ്റെ ഗുരുവാദേശ. നാരായണ 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 ഗുരുവാദേശ. സർവത്ര നാരായണ നാമസങ്കീർത്തനം. നാരായണ നാരായണ ഹരി ഓം.